നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ശ്രീലങ്കൻ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുവാനുള്ള അനുമതി നൽകാതെ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദേശനായകെ ശ്രീലങ്കയ്ക്ക് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ള ചില സുപ്രധാന വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതായത് ശ്രീലങ്ക ഇതുമായി ബന്ധപ്പെട്ട ചില ആശയവിനിമയം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് നടത്തിയെന്നും ഇവിടെ നിന്ന് വളരെ ശക്തമായ രീതിയിൽ ശ്രീലങ്കയോട് സംസാരിച്ചു. ഒരു കാരണവശാലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ശ്രീലങ്കൻ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുവാനുള്ള അനുമതി നൽകരുത്. കാരണം യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് മറ്റൊരു രാജ്യവും കൂടി എത്തിയാൽ, അത് ശ്രീലങ്ക അനുമതി നൽകിയാൽ മറ്റൊരു രാജ്യവും കൂടി യുദ്ധമുഖത്തേക്ക് എത്തുന്നതിന് തുല്യമായിരിക്കും. അത്തരത്തിൽ യുദ്ധമുഖത്തേക്ക് ശ്രീലങ്ക എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് മറ്റൊരു ദിശയിലേക്കായിരിക്കും യുദ്ധത്തെ കൊണ്ടു ചെന്നെത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അനുമതി ഒരു കാരണവശാലും നൽകരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇത്തരമൊരു അനുമതി അമേരിക്കയ്ക്ക് നൽകിയാൽ മുൻ സൂചിപ്പിച്ചതുപോലെ യുദ്ധം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്ന ഒരു കാരണവും കൂടി ആയിത്തീരും. അതായത് യുദ്ധം ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഖമനായി ഭരണകൂടത്തിലെ ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും ഇനി ഭരണം നടത്താൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ചും മുജ്തബ ഖമനായി ഒരു കോമ സ്റ്റേജിൽ റഷ്യയിലാണ് കഴിയുന്നത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അത്തരത്തിൽ മുജ്തബ ഖമനായിക്ക് ഇറാനിൽ ഭരണം മുന്നോട്ട് നീക്കുവാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഖമനായി ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ലാരിജാനി അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇറാനിൽ ഈ ഭരണകൂടത്തിന് മുന്നോട്ട് പോകുവാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ യുദ്ധം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധമുഖത്തേക്ക് മറ്റൊരു രാജ്യവും കൂടി ഒരു കാരണവശാലും എത്തരുത് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അതോടൊപ്പം തന്നെ ശ്രീലങ്കയുടെ ഒരു നിഷ്പക്ഷതയ്ക്ക് തന്നെ ഇത് വലിയ രീതിയിൽ കോട്ടം തട്ടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകും. അതെല്ലാം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കുള്ള അനുമതി നൽകാത്തത്. ജിബൂട്ടിയിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ നിന്നുള്ള ഈ വിമാനങ്ങളാണ് താൽക്കാലികമായിട്ട് ശ്രീലങ്കയിൽ ഇറക്കുവാനുള്ള അനുമതി ചോദിച്ചത്. അതോടൊപ്പം ഇറാന്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. മുൻ സൂചിപ്പിച്ചതുപോലെ ഖമനായി ഭരണകൂടത്തിൻ്റെ എല്ലാ പ്രതിനിധികളും, ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ള ആൾക്കാർക്കൊക്കെ തന്നെയും ഈ ഭരണം മുന്നോട്ട് നയിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഉദ്യോഗസ്ഥരും ഏറെക്കുറെ മരണപ്പെട്ട അവസ്ഥ. ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകൾ ഖാർഗ് ദ്വീപ് അപ്പാടെ അമേരിക്ക അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് സാമ്പത്തികമായി ഇറാനെ തകർത്തിരിക്കുന്നു. സൈനികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഇറാൻ അടിമുടി തകർന്ന ഈ സാഹചര്യത്തിൽ ഇനി ഇറാന് മുന്നോട്ട് പോകുവാൻ പോലും സാധിക്കുകയില്ല എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായിട്ടുണ്ട്. യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ യുദ്ധം അവസാനിപ്പിക്കും. ഈ യുദ്ധമുഖത്തേക്ക് വീണ്ടും ശ്രീലങ്കയ്ക്ക് എത്തുവാൻ ഒരു കാരണവശാലും ഒരു സാഹചര്യമില്ല. അത്തരമൊരു സാഹചര്യം ശ്രീലങ്ക ഒരുക്കുവാൻ തയ്യാറുമല്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.